ഇടുക്കി ജില്ലയെ പരിപൂർണമായി അവഗണിക്കുന്ന സർക്കാരാണ് ഇടത് സർക്കാരെന്ന് DCC വൈസ് പ്രസിഡന്റ് KS അരുൺ. കേരളത്തിൽ പിണറായി വിജയൻ സർക്കാർ വന്നതിനു ശേഷം 90,000 കോടി രൂപയുടെ വികസനം നടത്തിയെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത്. 90,000 കോടി രൂപ 14 ജില്ലകളിലായി ഭാഗിച്ചാൽ ഒരു ജില്ലയിൽ 6,429 കോടി രൂപയുടെ വികസന പദ്ധതികൾ പൂർത്തിയാക്കണം. അത് ഇടുക്കി ജില്ലയിൽ സാധ്യമാക്കാൻ LDF സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നും ഇക്കാര്യത്തിൽ CPIM ജില്ലാ സെക്രട്ടറിയും ഒപ്പം മുൻ മന്ത്രി കൂടിയായിരുന്ന M മണി MLAയും വ്യക്തമാക്കണമെന്നും അരുൺ ആവശ്യപ്പെട്ടു. ഇടുക്കി ജില്ലയെ പരിപൂർണമായി അവഗണിക്കുന്ന ഒരു സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ, പിണറായി സർക്കാർ. അതിന് കൃത്യമായ കാരണങ്ങളുണ്ട്. ഗവൺമെന്റിന്റെ 4ാം വാർഷികവുമായി ബന്ധപ്പെട്ട് CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് ഒരു പ്രഖ്യാപനം നടത്തി. ആ പ്രഖ്യാപനം ഇതായിരുന്നു: 90,000 കോടി രൂപ പിണറായി ഗവൺമെന്റ് വന്നതിന് ശേഷം സംസ്ഥാനത്ത് 90,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളതായിരുന്നു. അങ്ങനെയാണ് എങ്കിൽ 90,000 കോടി രൂപയെ 14ആയി ഭാഗിക്കുമ്പോൾ ഏകദേശം 6,429 കോടി രൂപ ഈ ജില്ലയ്ക്ക് നൽകണം. അങ്ങനെ 6,429 കോടി രൂപയുടെ ഒരു വികസന പദ്ധതി, ഏതെങ്കിലും ഒരു വികസന പദ്ധതികൾ കൊണ്ടുവരുവാനോ സാധ്യമാക്കാനോ ഈ ഗവൺമെന്റിന് സാധിച്ചോ എന്ന് ഒന്ന് വിശകലനം ചെയ്യണം. അതോടൊപ്പം തന്നെ ഇടുക്കി ജില്ലയുമായി ബന്ധപ്പെട്ട് നിരവധി സമയം, തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നെയാണ്, ആയിരക്കണക്കിന് കോടി രൂപയാണ് ഇവിടെ പ്രഖ്യാപനം നടത്തി മുന്നോട്ട് പോകുന്നത്. മുഖ്യമന്ത്രി വരുന്നു, 6,000 കോടി പ്രഖ്യാപിക്കുന്നു, 5,000 കോടി പ്രഖ്യാപിക്കുന്നു. അതൊക്കെ സാധ്യമാകും നടക്കുന്നത് എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിന് മുന്നിലാണ്. അപ്പോൾ ആയിരക്കണക്കിന് കോടി രൂപകൾ ഇവിടെ പ്രഖ്യാപിക്കുമ്പോൾ അതിനൊത്ത രീതിയിൽ അല്ലെങ്കിൽ ഇടുക്കി പാക്കേജുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു പദ്ധതികൾ നടപ്പിലാക്കുവാൻ ഈ സംസ്ഥാന ഗവൺമെന്റിന് സാധ്യമായോ? ഇവിടെ പറയപ്പെടുകയാണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിന് നൽകുവാനുള്ള പണത്തിനപ്പുറത്തേക്കുള്ള പണം ഇടുക്കി ജില്ലയിൽ ഈ ഗവൺമെന്റ് നൽകണം എന്നുള്ളതാണ് സത്യം.